ഇന്ന് സഭയിൽ ചോദ്യോത്തരവേളയിൽ ധനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം മുട്ടിക്കുന്ന മാത്യു കുഴൽനാടനെയാണ് കാണാൻ കഴിഞ്ഞത്. കുഴൽനാടന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മുൾമുനയിൽ നിർത്തുമെന്ന് മനസ്സിലാക്കിയ സ്പീക്കർ ചോദ്യത്തിനിടയിൽ കയറുകയും കാര്യങ്ങൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സ്പീക്കറുടെ ധാർഷ്ട്യമൊന്നും കുഴൽനാടന്റെ അടുത്ത് വില പോകില്ല. എപ്പോഴും നീതി ആയോഗിൽ 1-ാം സ്ഥാനമാണെന്ന് വീമ്പ് പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് അതേ നീതി ആയോഗിന്റെ സാമ്പത്തിക റിപ്പോർട്ടിൽ ഏറ്റവും ശേഷി കുറഞ്ഞ സംസ്ഥാനം എന്ന ഖ്യാതി കേരളത്തിനാണെന്ന് പറയുന്ന മാത്യു കുഴൽനാടനോടാണ് സ്പീക്കർ പൊട്ടിത്തെറിച്ചത്. ആ സ്പീക്കറോട് സാർ സഭ എന്തിനാണ് സാർ എന്ന ചോദ്യമാണ് കുഴൽനാടൻ ചോദിച്ചത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. സർ, വിത്തൗട്ട് ഒഫൻസ്, പലപ്പോഴും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഇവിടെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ അങ്ങ് പറഞ്ഞ ഒരു സെന്റൻസ്, അതായത് കേരളം എഡ്യൂക്കേഷനിൽ എല്ലാവരേക്കാളും ബെറ്റർ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. സർ, ഇഫ് ഐ ആം റോങ് ഐ വിൽ കറക്റ്റ് മൈസെൽഫ്. ഞാൻ തെറ്റ് തിരുത്താം. ഞാൻ പറയുന്നു, അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നു, നാഷണൽ ആവറേജിലും താഴെയാണ് നമ്മുടെ സ്പെൻഡിങ്. ആസ് എ മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ് വി ആർ അബവ് ഓൾ സ്റ്റേറ്റ്സ്. എങ്ങനെ ഒന്നല്ലെങ്കിൽ താങ്കൾക്ക് സപ്ലൈ ചെയ്യുന്ന ഡേറ്റയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ തെറ്റാണ് ഇത് എന്താണ് നിങ്ങളൊന്ന് കാര്യം പറയാൻ പറ്റില്ല. 30 സെക്കൻഡാ 30 സെക്കൻഡിനുള്ളിൽ പറയണം, അത്രേ പറ്റൂ. ചോദ്യം ചോദിക്കട്ടെ. 45 സെക്കൻഡ് അനുവദിക്കുന്നുണ്ട്. നിങ്ങളിത് പ്രസംഗമല്ല, ഡിമാൻഡ് പറഞ്ഞോന്ന്. ഞാൻ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലേ. നാഷണൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞോളൂ. പിന്നെ അങ്ങ് നിരന്തരം പറയുന്ന കാര്യം ഈ ഫ്ലോറില് ഇതിനിപ്പോ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞാൽ അത് അങ്ങ് ടേബിൾ ചെയ്യണം. GST കോമ്പൻസേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയില്ലേ? ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഈ പീരീഡിന് ശേഷം കിട്ടുന്നുണ്ടോ? നമ്പർ 1. നമ്പർ 2, 11-ാം ധനകാര്യ കമ്മീഷൻ ഇത് മാത്യു കുഴൽനാടന്റെ എല്ലാ ചോദ്യവും ചോദ്യോത്തരവേളയിലല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ഡിമാൻഡ് മിനിസ്റ്റർ പറഞ്ഞോ.